നമസ്കാരം, ഞാൻ ജിപ്സ വീഗം. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പുതിയ പുതിയ വിശേഷങ്ങളും രണ്ടാമത്തെ ദിവസം എപ്പിസോഡ് 3 അതിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നും അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്നും ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ആ ടെലികാസ്റ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നിയത് എന്തൊക്കെയാണെന്നുള്ളതും എൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്കിന്ന് കുറച്ച് സമയം ഒരുമിച്ച് പോവാം. ഓക്കെ. രണ്ടാം ദിവസം രാവിലെ 8:10 ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനോടൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് അവരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് എന്നാൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. മ്യൂസിക് ഇട്ട് കൊടുത്ത് അടിപൊളി ഒരു ഫാസ്റ്റ് നമ്പറൊക്കെ വെച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്തു. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഭയങ്കര എല്ലാവർക്കും നല്ല രാവിലെ തന്നെ എല്ലാവർക്കും നല്ല എനർജി ലെവലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അനീഷിനോട് ദോശമാവിൽ ഇങ്ങനെ അതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അനീഷ് അടുക്കളയിൽ. അപ്പം അനീഷിനോട് അനുമോളും ബിന്നിയും കൂടെ പോയിട്ട് അവരവരുടെ, കാരണം അനീഷ് അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയുന്നില്ല. അങ്ങനെ പല കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചിട്ട് താക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് അതിനും വലിയ കാര്യമാക്കുന്നില്ല. അനുമോളെയും പിന്നെയും ഒന്ന് മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒന്നും കേൾക്കാനോ അനീഷ് വലിയ മൈൻഡ് ചെയ്യാതെ അനീഷ് ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനീഷിന്റെ പാടുവയ്ക്കുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് എവിടെന്നോ മലയാളത്തിന്റെ ഒരു സംഭവം എന്നും പറഞ്ഞിട്ട് അനീഷ് ചാടി ഹോളിലോട്ട് വന്നു. എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഈ അനീഷ് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് മലയാള ഭാഷയെ അവഹേളിച്ചു, മലയാള ഭാഷയെ അങ്ങനെ ആക്കി, മലയാള ഭാഷയെ ഇങ്ങനെ ആക്കി, എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കും പോലെ അതിന്റെ കൂടെ ഈ ഷാനവാസും കൂടെ ആ ഒച്ച ഈ അനീഷ് ഉണ്ടാക്കുന്ന ഒച്ച ആ ഒരു ബഹളത്തിന്റെ ഇടയിൽ കൂടെ ഷാനവാസും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെവിക്ക് ഇങ്ങനെ അരോചകമാവുന്ന രീതിയിലാണ് ഈ ഷാനവാസും കൂടി അതിന്റെ ഇടയിൽ കൂടെ കൂടിയത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇതാക്കിയിരുന്നത്. അപ്പൊ ആ സമയത്ത് അപ്പാനി ശരത്ത് നീ ആരാടാ എന്നെ പഠിപ്പിക്കുക, നീ ആരാ ഇതാക്കേണ്ടത്, പിന്നെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതേ വോളിയത്തിലും അതേ ആ ഒരു എനർജി ലെവലിലും അപ്പാനി ശരത്തും കൂടി നേർക്ക് നേര് കൊമ്പ് കോർത്ത് അത് എന്നിട്ട് അപ്പാനി ശരത്ത് എന്ന് അതിന്റെ ഇടയിൽ പറയാ, നിനക്കൊപ്പല്ലടാ നമ്മൾ വന്നത്, നമ്മൾക്കൊപ്പമാണ് നീ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുൻഷി രഞ്ജിത്ത് പുള്ളി കിച്ചണിലേക്ക് പുള്ളി ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ബാക്കി പെണ്ണുങ്ങൾ സ്ത്രീജനങ്ങൾ എല്ലാവരും കൂടി അതിനെ ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് ആൾക്കാരും അപ്പാനി ശരത്തിന്റെ ആ ഡയലോഗിനെ ഭയങ്കരമായിട്ട് അങ്ങ് ശരി വെച്ചു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഏതോ ഒരു ലേഡി സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ടാഗ് ലൈൻ അതായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ഇതാണ് എന്ന് പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ നിനക്കൊപ്പം അല്ലടാ. അപ്പോഴത്തേക്കും ഇത്രയും ബഹളം ഉണ്ടാക്കി, അനാവശ്യമായിട്ട് ഇത്രയും ബഹളം ഉണ്ടാക്കി, ഒരു കാര്യമില്ലാതെ അവിടെ ഇത് ചൊറിഞ്ഞ അനീഷിന്റെ വായങ്ങ് അടഞ്ഞുപോയി. ഈ അടിച്ചുണ്ടാക്കൽ എന്നൊക്കെ പറയില്ല, അമ്മാതിരി രീതിയിലായിപ്പോയി. അനീഷിന്റെ വായങ്ങ് അടഞ്ഞുപോയി. ഒരു കാര്യമില്ലാതെ മലയാള ഭാഷ നശിപ്പിച്ചു, അങ്ങനെ ആക്കി, അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു എവിടെ എന്ത് പറയണമെന്ന് എങ്ങനെ പറയണം, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം, നീ കൂടുതൽ പഠിപ്പിക്കാൻ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്ത് അനീഷിന് നല്ലൊരു എതിരാളിയെ പോലെ അപ്പാനി ശരത്തപ്പോ അവിടെ ഒരു പോരാളിയെ പോലെ നിന്നിട്ട് ഇതാക്കി. അപ്പോഴത്തേക്കും അനീഷിന്റെ വായു അങ്ങ് അവിടെ മൊത്തത്തിൽ പിന്നെ അങ്ങ് സൈലന്റ് ആയി. ഒരു ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു അനീഷ്. ചുമ്മാ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനീഷ് ഷാനവാസും കൂടെ അവിടെ ഉണ്ടാക്കിയെന്ന് ശരിക്കും സംശയമുണ്ട്. രാവിലെ തൊട്ടിന് ഷാനവാസ് എവിടെയെങ്കിലും ഒച്ചയും വിളിയും ബഹളം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ക്യാമറ സ്പേസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് നടക്കുന്ന കണക്കായി തോന്നിയത്. ആ രാവിലത്തെ അനീഷിന്റെ ആ പ്രശ്നമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നീ ഒളിച്ചിരിക്കുന്നോടി എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനുമോള് അവിടെ നിന്ന് എണീച്ചോട്ട് പറഞ്ഞു ഇങ്ങനെ എന്താ ജസ്റ്റ് പറഞ്ഞ ആ സമയത്ത് അനുമോളെ കയറി ഇങ്ങനെ പിടിക്കാൻ പോകുന്ന സമയത്ത് അനുമോള് പറഞ്ഞു എന്റെ ശരീരത്ത് തൊടരുത് എന്ന് പറഞ്ഞു. എന്റെ ശരീരത്ത് തൊടരുത് എന്ന് പറഞ്ഞ സമയത്ത് മുടി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയിൽ ഇങ്ങനെ കയറി പിടിച്ചു, മുടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ശരീരത്ത് തൊട്ട് കളിക്കൽ ഈ മുടിയിലൊക്കെ കയറി ഇങ്ങനെയൊക്കെ പിടിക്കുന്നത് ഷാനവാസ് എന്ത് ഓരോ ദിവസം ചെലുത്തോളം ഓരോ അപ്പൊ ജിസേലിനെ നോമിനേഷൻ ചെയ്തത് ഡ്രസ്സിൻ്റെ ഇത് എന്ന് പറഞ്ഞത് സ്ലീവ്ലെസ് ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയതും ഇതുപോലെ ഓരോന്ന് കാണുമ്പോൾ ഷാനവാസ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പനി ശരത്ത് വന്നിട്ട് പറഞ്ഞു എന്തോ തലവേദന എന്തോ പെടലി വേദനയോ എന്തോ പറഞ്ഞു. അതുപോലെ തന്നെ ശരത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ ഇതാക്കി. അപ്പം അനുമോൾ പറഞ്ഞു കിടക്കയിൽ വന്നതായിരിക്കും, സാധാരണ ഇങ്ങനത്തെ വേദനയൊക്കെ കിടക്കയിൽ വന്ന, സാധാരണ നമ്മളിങ്ങനെ ഉറക്കണിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, അപ്പൊ കിടക്കയിൽ വന്ന വേദനയായിരിക്കും, അതൊന്ന് ചൂടുവെള്ളം പിടിച്ചാലോ എന്തെങ്കിലും ഇതാക്കിയാലോ ഒക്കെ പോകുന്നതേ ഉള്ളൂ, അതിനിപ്പോൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസിന്റെ അടുത്ത വഴിക്ക് അപ്പോൾ ഡോക്ടറെ കാണട്ടെ, അപ്പോൾ ഡോക്ടർ ആൾക്കാർ കാണാൻ പറഞ്ഞു. ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ എന്തെങ്കിലും മരുന്നൊക്കെ തരത്തില്ലേ, അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ മരുന്ന് അവർക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തരുമെന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഷാനവാസ് അനുമോള
ഭയങ്കരമായിട്ട് താറടിക്കുന്ന രീതിയിലാണ് അനുമോളെടുത്ത് എന്താണ് പിന്നെ ഡോക്ടർ അവഹേളിച്ചു, ഡോക്ടർമാർ അങ്ങനെ ആക്കി, ഡോക്ടർമാർ ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ആടിനെ, പ്രത്യേകിച്ച് അനുമോളെ പോലെ ഒരു തൊട്ടാവാടിയെ പോലെ ഇരിക്കുന്ന, എന്തെങ്കിലും ഒരു കാരണം കിട്ടി കരയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഷോ ആണെന്നോ ഇവിടെ ഇങ്ങനെയൊക്കെ മാനിപ്പുലേഷൻ ഉണ്ടാവുമെന്നോ അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ട് ആടിനെ പട്ടിയാക്കുമെന്നൊന്നും ചിന്തിക്കാതെ അനുമോൾ അങ്ങോട്ട് കരഞ്ഞ് കാറി വിളിച്ച് എല്ലാവരോടും ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, ഞാൻ ഇങ്ങനെയല്ല, അപ്പോഴത്തേക്ക് അപ്പാനി ചേർത്ത് ഏറ്റുപിടിച്ച് അനുമോള് എന്തോ വലിയ കുറ്റം ഡോക്ടർമാരെ മൊത്തത്തിൽ ആക്ഷേപിച്ചു അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു അനുമോള് എന്നുള്ള രീതിയിൽ അവിടെ വൻ ബഹളം ഉണ്ടാക്കി. കാരണക്കാരൻ ഷാനവാസാണ്. ഷാനവാസിന്റെ അപ്പോഴത്തേക്ക് നെഞ്ചിലെ കല്ലെന്ന് ഇറങ്ങി തോന്നുന്നു. അനുമോളെ കാരണം പുള്ളിക്കാരി കരയും എന്നുള്ളത് അറിയാലോ. അങ്ങനെ ഇതാക്കി മുൻഷി രഞ്ജിത്ത് പിന്നാലെ നടന്നിട്ട് ഇതാക്കാനും ബാക്കി എല്ലാവരൊക്കെ പല രീതിയിൽ കളിയാക്കിയിട്ട് ആശ്വസിപ്പിക്കാനും ചെന്നിട്ട് അനുമോളെ ഒന്നും കൂട്ടാക്കിയ ഒരു മൂലയിൽ പോയിരുന്ന കാര്യം. അപ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട്, ഇവിടെ വന്നാൽ കരയില്ല എന്ന് പറഞ്ഞിട്ട് വന്നവളല്ലേ, എന്നിട്ട് ഇപ്പോൾ കരയുന്നോ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്ന് വെച്ചപ്പോൾ കള്ളം പറഞ്ഞിട്ടല്ല, കണ്ടന്റ് ഉണ്ടാക്കിയ കള്ളം പറഞ്ഞിട്ടല്ല ഒരാളെ കരയിപ്പിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ബഹളം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഒരു കാര്യം ഇല്ലാതെ ഇപ്പൊ മനുഷ്യന്മാരാണ്, ആർക്കായാലും ചിലപ്പോൾ ചെയ്യാത്ത കാര്യം, പ്രത്യേകിച്ച് എനിക്കൊക്കെ അങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തതുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ സങ്കടമൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് വേണം എന്ത് ഗെയിം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണല്ലോ. ഷാനവാസ് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വല്ലാത്തൊരു അരകണ്ടെന്നല്ല പറയും, ഒരു വല്ലാത്തൊരു എന്താ പറയാന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഷാനവാസ്. അത് കഴിഞ്ഞ് ഒരു സൈഡിലോട്ട് അനുമോൾ ചെന്നിരുന്നു, കരഞ്ഞു ചെന്നിരുന്നു. ശരിക്കും അവിടെ അപ്പോഴത്തേക്ക് കൊച്ചു കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അനുമോള് കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ശൈത്യ അനുവും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു മെഴുകാനല്ല ഇവിടെ വന്നത്, എനിക്ക് എല്ലാവരും ചിരിപ്പിച്ച് ഇതാക്കാനുമാണ് വന്നത് എന്നുള്ള രീതിയിൽ അനു ഇങ്ങനെ പറയും ശൈത്യനോട് ഇങ്ങനെ പറയുക. അപ്പോൾ ദേഷ്യപ്പെട്ട ആൾക്കാർ പറയും അഹങ്കാരി എന്ന് പറയും, ഉണ്ടായിരുന്ന വാഴയണെന്ന് പറയും എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്തിനാ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കുക, അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് ഉള്ള ആൾ എന്തിനു പിന്നെ ഇതിൽ വന്നു? ഒരു ഫേക്കായിട്ട് നിൽക്കാക്കില്ല. അപ്പം നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറോടെ ഓട്ടോമാറ്റിക്കായിട്ട് വരൂലേ. അപ്പം വീട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞിട്ടാ വന്നത്, ഞാനിവിടെ കരയില്ല. അപ്പം അതിലിങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് അതിലോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറച്ചെങ്കിലും സ്റ്റാർട്ടിങ് ദിവസങ്ങളിൽ തന്നെ ഇതില്ലാതിരുന്നെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കണ്ടസ്റ്റന്റിനെ തെരഞ്ഞെടുത്തതിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തിന്റെ തൊട്ടാവാടികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ എന്തിന്റെ അർത്ഥത്തിലാണ് അവർ, എന്തിന്റെ ബേസിക്കിലാണ് അവരങ്ങനെ എടുത്തത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ബേസിലാണ് അവരത് കണ്ടേന്നുള്ളത്. സ്ട്രോങ്ങും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞു രേണു ഒക്കെ പലപ്പോഴും ഒരുപാട് അവഹേളനങ്ങളൊക്കെ ഒരുപാട് തരണം ചെയ്തിട്ടുള്ള, ബോഡി ഷെയ്മിങ് തൊട്ട് ഒരുപാട് തരണം ചെയ്തിട്ടുള്ള ഒരു ആണ്. അതുപോലെ ആ ശരീരണെങ്കിലും ഓക്കെ ഒരുപാട് ഇന്റർവ്യൂകളുടെ കാര്യങ്ങളിലൊക്കെ ഇതാക്കിയിട്ടുള്ള അതൊക്കെ അറിയാവുന്നതാ. പക്ഷേ ഇതിൽ അനുമോള് ഇപ്പൊ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തില്. അപ്പോഴത്തേക്കും തന്നെ ബിഗ് ബോസ് അവരങ്ങോട്ട് വിളിച്ചു അനുമോളെ സമാധാനപ്പെടുത്തുന്നതാണൊക്കെ എനിക്ക് തോന്നി. ബിഗ് ബോസ് അവരെ ലിവിംഗ് റൂമിലോട്ട് വിളിച്ചിട്ട് സമാധാനപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നി, ഇവിടെ നിന്ന് ഈ മേക്കപ്പ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ ഒരു സമാധാനപ്പെടുത്തൽ രേണുവിന് ബിഗ് ബോസ് കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല. തലവേദനയുടെ വിഷയം വന്നപ്പോൾ ആ തലവേദന അത്ര വലിയൊരു കള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം ഈ തലയിൽ മറ്റേ എക്സ്റ്റൻഷനൊക്കെ വെച്ചിരിക്കുന്നതല്ലേ, പിന്നെ ഉറക്കമില്ലായ്മ എന്തൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും ശരി, രേണുവിനെ എല്ലാവരും കൂടെ അവിടെ കിട്ടാ തലവേദനയുടെ പേരിൽ ആക്രമിച്ചപ്പോൾ രേണുവിനെ ആരും ഇതുപോലെ ഇത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതുപോലെ ഒരു പുറകെ നടന്നിട്ട് ആരും സമാധാനം കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഡിസ്ക്രിമിനേഷൻ എപ്പോഴും എന്തിൻ്റെയൊക്കെ പേരിൽ രേണുവിന് മാറ്റി നിർത്തണം എനക്കും എനിക്കന്ന് തോന്നിയിരുന്നു, ബാക്കി എല്ലാവരെയും കാട്ടിയും. ഇത്രയും ഇത് കണ്ടപ്പോൾ ബിഗ് ബോസ് തന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഈ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നുള്ളത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേന്ന് അറിയില്ല, പക്ഷെ അവിടെ വന്ന പലരും സ്ക്രിപ്റ്റും കൊണ്ടാണ് വന്നത് എന്നുള്ളത് മനസ്സിലായി. എല്ലാവരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വന്നതാണ്, എങ്ങനെ നിൽക്കണം, ഏത് രീതിയിൽ ഇതാക്കണം, എങ്ങനെ ബഹളം ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കി ക്യാമറയിൽ എങ്ങനെ വരണം, എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ഇത് തന്നെയാണ്. ബിഗ് ബോസ് പറഞ്ഞു എനിക്കൊരു ചുക്കും ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഇന്ന് നടന്നത് ഒന്ന് വിവരിക്കാമോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു. അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ചെറിയ കഷ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ, ക്ലിപ്പ് ബൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ പുറത്തുള്ളവർക്കും അത് മനസ്സിലാവില്ല അതെന്താണ് അവിടെ നടന്നതെന്നുള്ളത്. എന്തായാലും ശരി, ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ ഫേക്കായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്നുള്ളത് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റി. കൂടി പുറത്തെ ഏരിയയിലോട്ട് വന്ന സമയത്ത് ബിന്നി ഇങ്ങനെ ശരത്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയാനുള്ള മാനേഴ്സ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് സുപ്രഭാതം എന്ന് തിരിച്ചു പറഞ്ഞ ഭയങ്കര എന്തോ വലിയ സംഭവമായിട്ട് അപ്പാനി ശരത്ത് പറഞ്ഞു. അത് പിന്നെ അവിടെ ഒരു വലിയൊരു ബഹളമായി. ഇവർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു നല്ല കണ്ടന്റ് ഇല്ല എന്നുള്ള, എന്തെങ്കിലുമൊക്കെ കുറേ ബഹളം ഉണ്ടാക്കി കൂട്ടുക, എന്തെങ്കിലും കാണിച്ച് കുറേ ബഹളമാക്കുക. ആ ഒരു സുപ്രഭാതം പറഞ്ഞതിന്റെ പേരിൽ പിന്നെ അവിടെ കൊലപാതകം നടന്നില്ല എന്നുള്ള, ഓരോ വിഷയം നടക്കുമ്പോഴും അങ്ങനെ കൊലപാതകം നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അമ്മാതിരി രീതിയിൽ
കുറേ കച്ചറ ഉണ്ടാക്കുന്ന എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടുക. അപ്പോഴത്തേക്ക് ശാരികയും അതിനുള്ളിൽ ഏറ്റുപിടിച്ചിട്ട് പുള്ളിക്കാരി ഇതാക്കി ഒരു സുപ്രഭാതം പറഞ്ഞു എന്ന ഒരൊറ്റ വാക്കാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ആ പുകില് മുഴുവൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അവശ്യ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പണിപ്പുരയിൽ അവരുടെ ഫസ്റ്റ് സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് സെലക്ട് ചെയ്യാം ആരെ വിടണം എന്നുള്ളത്, അവർക്ക് സെലക്ട് ചെയ്യാം. കാരണം സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് സ്വന്തം കാര്യങ്ങൾ കാരണം എല്ലാവരുടെയും ഡ്രസ്സ് അവിടെ ഇരിക്കുകയാണല്ലോ, ഡ്രസ്സും സാധനങ്ങളും പേഴ്സണൽ ബിലോങ്സ് ഒക്കെ അവിടെ മേടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം പണിപ്പുരയ്ക്കുള്ളിൽ കയറിയാൽ അതിങ്ങ് എടുത്തോണ്ട് വരും. അതായത് സ്വന്തം കാര്യം മാത്രം എടുത്തോണ്ട് നോക്കുന്നവരാണോ, അതല്ലാതെ മറ്റുള്ളവരുടെ കാര്യം കൂടി അവരുടെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വീട്ടു സാധനങ്ങൾ നോക്കി ബുദ്ധിപൂർവ്വം അങ്ങനെ എടുത്തോണ്ട് വരണ ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അപ്പാനി ചേർത്ത് പറഞ്ഞു, എന്നാ പിന്നെ നോമിനേഷനിലൊന്നും പെടാത്ത രണ്ടുപേരെ സെലക്ട് ചെയ്യാം. അതിലൊരാൾ അക്ബറും ഒരാള് നൂറ ആദില, അവര് രണ്ടുപേര്. അവർ രണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഒരാളായിട്ടാണ് പരിഗണിക്കുന്നത്, കണക്കൂട്ടുന്നത്. അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ ഒരു തീരുമാനമായി. ശരത്ത് അവിടെ ഇരുന്നിട്ട് കണക്കെടുക്കുക, ആരുടെയൊക്കെ ഒറിജിനൽ ക്യാരക്ടർ പൊളിഞ്ഞു, ആരുടെയൊക്കെ ഒറിജിനൽ ക്യാരക്ടറിന് പൊളിഞ്ഞു മീൻസ് പുറത്തു വന്നു എന്നാണ് ഉദ്ദേശം തോന്നണു. ആരുടെയൊക്കെ ക്യാരക്ടറാണ് പുറത്തു വന്നത്, ആരുടെയൊക്കെ ക്യാരക്ടർ ഇതായിട്ട് നിൽക്കുന്നു, ഒറിജിനൽ ക്യാരക്ടർ വന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അതിൽ ആര്യനും അഭിലാഷും ശരത്തും അക്ബറും കൂടി ഇട്ടിട്ട് ഒരു പഞ്ചായത്ത് കൂടല്ല അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവരുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്ത് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു അജണ്ട. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വയലൻസി, കുറേ അത് തന്നെയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അവർക്ക് വയലൻസ് ചെയ്യണം വേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ ഇന്റർവ്യൂവിൽ കേട്ടല്ലോ. അവർക്ക് പറ്റിയ സാധനങ്ങൾ എല്ലാം കൂടെ എനിക്ക് മനസ്സിലായത്. അവർക്ക് കുറേ അതിൽ അപവാദമായിട്ട് ഇപ്പൊ ഈ സംഭവത്തിൽ ജിസേലാണ്. അപ്പൊ അതിലോട്ടാ വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയാ, ഇതിലിപ്പോ ജിസേലിനെ ഒന്ന് ചൊറിഞ്ഞാൽ, ആരും പറഞ്ഞു ജിസേലിനെ ഇത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരിക്കും, ജിസേലിനെ അങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു നാടകം കളിക്കാം, ജിസേൽ ഇവിടെ ഫാഷൻ ഷോയ്ക്കല്ല വരുന്നത്, ഒരുങ്ങിച്ചമഞ്ഞ് നടക്കാനല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല നമ്മൾ ചൊറിയാം, ജിസേലിനെ ഇറിറ്റേറ്റ് ചെയ്ത് ചൊറിഞ്ഞ് ജിസേലിനെ കൊണ്ട് വഴക്ക് കൂടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇവരെല്ലാരും കൂടി കരുതി കൂട്ടി വന്നിട്ട് ജിസേലിന്റെ അടുത്തോട്ട് എത്തിയിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ഒന്നിലും ഇടപെടുന്നില്ല, ഒന്നിലും അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ല, ഞാനൊക്കെ എന്റെ അഭിപ്രായം സ്ട്രോങ് ആയിട്ട് അവിടെ പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കാനല്ല വന്നത്, ഞാനിവിടെ ബുദ്ധിമുട്ടിക്കാനല്ല വന്നത്, ഞാൻ ആരെ കൂട്ടം കൂടി ആക്രമിക്കാനല്ല വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ശരത്ത് പറയാ, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, അതിന് സ്ട്രോങ് എന്നല്ല പറയുന്നത്, അതിന് അഗ്രസീവ് എന്നാ പറയണേന്ന് പറഞ്ഞു. കറക്റ്റ് പോയിന്റ് ജിസേൽ അവിടെ സ്കോർ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ വാക്കില് ഇതിന് അഗ്രസീവ് എന്നാ പറയണേന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ ഭയങ്കരമായിട്ട് വഴക്കും ബഹളവും പ്രശ്നം. അപ്പൊ ഈ തൊട്ടടുത്ത് രേണുസുതി ഇരിക്കുന്നതാണ്. പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ ഇല്ല, ചന്ത വർത്തമാനം എന്നൊക്കെ പറയില്ലേ നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ, അതുപോലെ തറ വർത്തമാനം അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഇത് കേട്ടിട്ട്. തൊട്ടടുത്ത് അവരിങ്ങനെ ഇരിക്കുക, അവരെന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചെന്നിട്ട് പിന്നെ കലപിലായിട്ട് ഇതിന്റെ പിന്നാലെയായിരുന്നു. പക്ഷേ ജിസേലിനെ ചൊറിയാൻ ചെയ്യുന്നിട്ട് ജിസേൽ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും ഭയങ്കരമായിട്ട് എന്താ പറയാ അതിനെ തരിപ്പണാക്കി കളഞ്ഞു. നാടൻ പെമ്പിളരെയൊക്കെ ഇതാക്കും പോലെ ജിസേലിന്റെ അടുത്ത് കളിക്കാൻ ചെന്നു. പുള്ളിക്കാരി ബോംബെയിൽ നല്ല രീതിയിൽ എന്താ പറയാ ബോൾഡായിട്ട് ജീവിച്ച ഒരാളാ. ഇവിടെ ഈ അനുമോളയോ അല്ലെങ്കിൽ ഇപ്പൊ ഈ രേണുസുതിയോ മറ്റേ ഇവരെയൊക്കെ ഇട്ട് ചൊറിഞ്ഞു അവരെയൊക്കെ ഇവരുടെ ഉദ്ദേശം അതായിരുന്നു. എല്ലാരും കരഞ്ഞു, ഇനിയിപ്പോ ജിസേൽ കരഞ്ഞില്ല എന്ന് കരയിപ്പിക്കാൻ പോയതായിരുന്നു. പുള്ളിക്കാരിക്ക് അതൊക്കെ നെവർ മൈൻഡ് എന്നുള്ളത്, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അത് അവിടെ മാത്രമാണ് ഒന്ന് ഇതായി പോയത്, പൊളിഞ്ഞു പോയത്. പൊളിക്കാൻ പോയവര് ശരിക്കും പൊളിഞ്ഞു പോയി സത്യത്തില്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു പക്ക ഒരു അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് ജിസേലാണ്. അതെനിക്ക് ഈ ഒരു ഇതിലോട് മനസ്സിലായി. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ എല്ലാവരും വാച്ച് ചെയ്യേ, ഞാൻ എല്ലാവരും പിന്നെ പഠിക്കുകയാണ്, ഞാൻ നോക്കട്ടെ ഓരോരുത്തരും എന്താണ് ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഉണ്ടാക്കുക. ഞാൻ ഇറങ്ങണമെന്നുള്ള സമയം വരുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങും, അല്ലാതെ ഇത് വരുമ്പോഴത്തേക്കും ഞാൻ അതനുസരിച്ചിട്ട് നിൽക്കും. അല്ല ഞാനിങ്ങനെ ആൾക്കാരെ എല്ലാവരെയും കൂടെ ചൊറിഞ്ഞു ഒരാളെ പോയി കരയിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റവരെ പോയി കരയിപ്പിക്കുക, മറ്റുള്ളവരെ മക്കിട്ട് കയറുക, ഇതല്ല പുള്ളിക്കാരി ആ പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ സാരാംശം. സത്യത്തിൽ അതായിരുന്നു. അടിപൊളിയായിരുന്നു ജിസേലിന്റെ ക്യാരക്ടർ, പൊളി. പല കമന്റ്സിലും ഞാൻ ജിസേലിന്റെ ക്യാരക്ടർ ഓരോരുത്തരും പറയണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മോഡേൺ ആയിട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചത് കേട്ടോ. മലയാളി മീൻസ് അതർ ഇതിൽ നിന്ന് വന്നത് കൊണ്ടായിരിക്കാം, സ്റ്റേറ്റിൽ നിന്ന് വന്നത് കൊണ്ട് ഇതാക്കിയതായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കലും അല്ലാതെ മനസ്സിലായി. ഇന്നിപ്പോൾ ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജിസേൽ ആപ്റ്റാന്നുള്ളത്. ജിസേലാണ് ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാ. അതുപോലത്തെ ശരിക്കും കണ്ടസ്റ്റന്റ് സത്യത്തിൽ വരേണ്ടത്. അല്ല കിടന്ന് കലപില എന്തൊക്കെയോ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുക, ഇതാക്കുക, മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക, ചൊറിയുക. ചുമ്മാ ഇത് ഈ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിൽ എനിക്ക്
ഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിസയിലാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോൾ നോക്കാം. അതേപോലെ തന്നെ ജിസേല് അവസാനം എല്ലാവരും കൂടി നാറ്റക്കേസായി എന്ന് മനസ്സിലായി. പൊളിക്കാൻ പോയി എല്ലാവരും കൂടെ തന്നെ പൊളിഞ്ഞിട്ട് അവിടെ വന്നിരുന്നിട്ട് ജിസേലിന്റെ ചുറ്റിലും വന്നിരുന്നിട്ട് അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് മലയാളം അറിയില്ല നിങ്ങളാരും വിചാരിക്കരുത്, എനിക്ക് നന്നായിട്ട് മലയാളം അറിയാത്ത, അങ്ങോട്ട് പറയുന്നത് ഒരു ചിലപ്പം ക്ലാരിറ്റി ഉണ്ടാവില്ല, മീൻസ് അക്ഷരസ്ഫുടത ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം എന്ന് പുള്ളിക്കാരി പറയാം. പിന്നെ എന്താ നിങ്ങളുടെ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ട് ആ ഒരു വിഷയം അങ്ങനെ അങ്ങ് ജിസേൽ നല്ല രീതിയിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഒനീൽ സാബു അവരെല്ലാവരും കൂടെ കിച്ചണിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അവരോട് പോയി പറഞ്ഞു, അവരുടെയൊക്കെ പ്രശ്നം ഞാനിങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു, ഇതാക്കുന്നു, പിന്നെ ഞാൻ എന്താ ഇവിടെ വിയർപ്പ് നാറി വൃത്തികേടായിട്ട് നടക്കണോ? അത് എൻ്റെ അപ്പോഴത്തേക്കും ഒനീൽ സാബു അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം വെച്ചാൽ അവരവരുടെ ഇതാണ് ഡ്രസ്സ് മാറണോ, മേക്കപ്പ് ചെയ്യണോ, അതാക്കണോ ഇതാക്കണോ എന്നൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒനീൽ അതിൽ നല്ലൊരു എന്താ പറയാ ആ സപ്പോർട്ട് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പുള്ളിക്കാരി ഡ്രസ്സ് ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ ഇഷ്ടമല്ലേ, പുള്ളിക്കാരി മേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടാസ്ക് കൊടുത്ത സമയത്തല്ലല്ലോ, ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുന്നില്ലേ, പിന്നെ പുള്ളിക്കാരി ബാക്കിയുള്ള സമയം പുള്ളിക്കാരി ഡ്രസ്സ് മാറി എന്തെങ്കിലും ചെയ്താൽ ഇവർക്കെന്താ? പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ഞാനെന്താ വിയർത്ത് നാറി വൃത്തികേടായിട്ട് നടക്കണോ? ഇതൊരു TV ഷോ അല്ലേ, ആൾക്കാരെന്നെ കാണണല്ലേ, അപ്പം ഞാൻ വൃത്തിയായിട്ട് നടക്കണ്ടേ എന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അപ്പം അത് അടിപൊളിയായിരുന്നു. ജിസേൽ അങ്ങനെ മുഖപദ്ധതി സ്കോർ ചെയ്തു. ജിസയിൽ അടികൂടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ജിസയിലും അനുമോളും കൂടി തമ്മിലായി. അവർ അടിച്ചു വാരുന്ന ചൂലിനെ ഇതാക്കിയിട്ടായിരുന്നു ഇവർക്ക്. ആ ഒരു ഇത് കണ്ടപ്പോൾ, ആ ചെറിയൊരു പോർഷൻ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവരാരും വീട്ടിൽ നിന്നല്ലേ വരുന്നത്, ഇവരാരും വീട്ടിലൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ എല്ലാവരും ഏകദേശം ഒരു 10-30 വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. പോട്ടെ അതൊന്നും വേണ്ട, ഒരു 10-15 ആയാൽ പോലും വീട്ടിൽ അടിച്ചു വാരി അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലമാണെങ്കിലും വൃത്തിയാക്കുന്ന ആൾക്കാരല്ലേ. അതിനെ തമ്മിലായിരുന്നു ഭയങ്കര പ്രശ്നം. അപ്പൊ പറയുന്നുണ്ട്, കുനിഞ്ഞു തൂക്കണം, നിവർന്ന് തൂക്കണം, ചരിഞ്ഞു തൂക്കണം, കിടന്ന് തൂക്കണം, ഇരുന്ന് തൂക്കണം, എന്തൊക്കെയായിരുന്നു. ഒരു ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഇവർക്ക് വീട്ടിൽ എങ്ങനെയാണോ അപ്പൊ ചെയ്യുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. ഒന്ന് അടിച്ചു കാരണതിനെ പറ്റി, ഒന്ന് ചായ ഇടുന്നതിനെ പറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ് അവിടെ അടി ഉണ്ടാവുന്നത് മുഴുവൻ. ഡ്രസ്സ് ഇടുന്നതിനെ പറ്റി എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനല്ല. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ ഇത് കാർപ്പറ്റിൽ ഇങ്ങനത്തെ അല്ല ചൂല് ഉപയോഗിക്കേണ്ടത്. സത്യമാണ്, കാർപ്പറ്റിൽ ഇങ്ങനത്തെ ചൂലല്ല, ഒന്നീ ബ്രഷ് ഉപയോഗിക്കണം അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു വാക്യൂം ക്ലീനറാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് തന്നില്ലെങ്കിൽ ബിഗ് ബോസ് അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അവിടെയും പുള്ളിക്കാരി സ്കോർ ചെയ്തു. എനിക്കറിയില്ല ഇവരൊക്കെ ആകാശത്തുനിന്ന് പൊട്ടി വീണിട്ട് വന്നവരാണോ ഈ അനുമോളെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസിൽ പോയിട്ട് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമോൾക്കൊക്കെ സത്യത്തിൽ ബിഗ് ബോസ് എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. നേരത്തെ ആ ഷാനവാസിന്റെ മാനിപ്പുലേഷനിൽ കരഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഇപ്പൊ ഈ ഒരു വാക്യൂം ക്ലീനറിന്റെ കാര്യത്തിൽ കാർപ്പറ്റിൽ സാധാ നോർമൽ ചൂല്, ഈർക്കിലിന്റെ ചൂല് കൊടുത്തപ്പോഴത്തേക്ക് അതിനെ കൊണ്ടുള്ള ഈ നാടകമൊക്കെ കണ്ടപ്പോഴത്തേക്കും, ഈ കാട്ടിക്കൂട്ടലെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഒന്ന് ആകാശത്തു നിന്നാണ്ട് പൊട്ടി മുളച്ചതായിരിക്കാം. രണ്ടാമത് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം അവിടെ വന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ഒരു ഐക്യം കാണുന്നത്. പനിപ്പുരയിൽ കയറുന്ന സമയത്ത് 16 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കണം. അക്ബറും ആദിലയും നൂറയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പോയി എടുക്കുന്ന സമയത്ത് അവർ 16 സെക്കൻഡ് കൊണ്ട് അവരെന്തൊക്കെ കൈ കിട്ടിയത് കടിച്ചു പിടിച്ച് എല്ലാം കൂടെ കൊണ്ടുവന്ന് അവരാ മറ്റേ ഇതിലോട്ട് ഇട്ടു. പക്ഷെ ആ സമയത്ത് പുറത്തുനിന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തു. അക്ബർ ഭയങ്കര ടെൻഷനിലായിരുന്നു, എന്തെടുത്തില്ല, സമയമായോ എന്തൊക്കെ ഉണ്ടോ, കുറച്ച് സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റാവുന്ന രീതി അവരെ ആശ്വസിപ്പിച്ചു. ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ട് അത് പേടിക്കേണ്ട, അത് വിഷയമാക്കേണ്ട, ആ സാരല്ല, ഇനിയിപ്പം അഥവാ നിങ്ങളുടെ പേഴ്സണൽ ആണോ പേഴ്സണൽ എന്തെങ്കിലും എടുത്താൽ അത് റിജക്ട് ചെയ്യല്ലേ ഉള്ളൂ, വേറെ വിഷയമില്ലെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് ബിഗ് ബോസ് ഹൗസിലെ ഇത്രയും സമയം കൊണ്ട് കണ്ടതിൽ ആദ്യമായിട്ട് പരസ്പരം എല്ലാവരും കൂടെ ഐക്യത്തോട് കൂടിയിട്ട്, അത്രയും ഇതായിട്ടും ഐക്യത്തോട് കൂടിയിട്ടും അവര് ഒരു സിറ്റുവേഷൻ ഇത് മാത്രമാണ് പണിപ്പുരയിൽ പോയത്. ബാക്കി ഇതുവരെ ഒരു കാര്യമില്ലാതെ കടിപിടി കൂടിക്കൊണ്ടേ ഇരുന്നതാണ്. അപ്പം അവനവന് അവശ്യ സാധനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതാണ്, നമുക്ക് നമ്മളുടെ ജീവിതവും ഇതുമായിട്ട് ഉള്ളൊരു ഏറ്റവും വലിയൊരു സന്ദേശം കൂടിയാണത്. നമുക്ക് ഈ ഭക്ഷണവും, അവിടെ കൂടുതലും ഭക്ഷണമാണല്ലോ വേണ്ടത്, ഭക്ഷണവും വെള്ളവും താമസവും ഒരു മനുഷ്യന് വേണ്ടത്. ആ സാധനം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം വെറുതെ കളയുന്നത്. വിശക്കുന്നവന് അടികൂടാൻ സമയം ഉണ്ടാവില്ല, വിശപ്പിന്റെ മാർഗം നോക്കാനേ പറ്റും. ഈ ഒരൊറ്റ ടാസ്കിലും ഉള്ളത് അതായിരുന്നു. കാരണം അവർക്കുള്ള വിശപ്പിന്റെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂരയിൽ പോയത്. അതുകൊണ്ട് അവിടെ ഐക്യം ഉണ്ടായി. എപ്പോഴും മൊത്തത്തിലുള്ള ഒരു ഇതാണ്,
അപ്പം ഈ ലോകത്ത് നടക്കുന്ന എന്ത് കാര്യങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാലും ഇത് വിശപ്പുള്ളവന് അല്ലെങ്കിൽ വിശപ്പ് ദാരിദ്ര്യമുള്ളവന് ബാക്കി ഒന്നിനും കഴിയില്ല. ഈ 3 നേരം ഭക്ഷണ ഭോജനം കഴിച്ചിരിക്കുമ്പോഴേ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോഴത്തേക്കാണ് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ തോന്നുന്നത്. അത്രേ ഇതിലും തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബഹളം ഉണ്ടാക്കി ഇത്രയും ഇതാക്കിയിട്ടൊക്കെ സാധനങ്ങൾ ഇത്രയും എടുത്തോണ്ട് വന്നു. പക്ഷെ അവർക്കൊരു സാധനം അതിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞാൽ എടുത്തോണ്ട് വന്ന സാധനങ്ങൾ മുഴുവൻ അത് തിരിച്ച് കൊണ്ടങ്ങ് വെക്കാൻ പറഞ്ഞു. ബിഗ് ബോസ് വെച്ച് കാരണം ഇതെല്ലാം കൂടെ വാരി വലിച്ചെടുക്കാൻ ആരുടെ തീരുമാനമായിരുന്നു. പക്ഷെ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ പോലെ ചെളിവാരി എറിഞ്ഞില്ല കേട്ടോ. സാധാരണ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ പൊതുവെ ചെളിവാരി എറിയലാണ് പൊതുവെ ചെയ്യാറ്. പക്ഷെ അതാരും പൊതുവെ ചെളിവാരി എറിയുന്ന സാധാ രീതി അനുസരിച്ച് അത് ചെയ്തില്ല. ആരെങ്കിലും രണ്ടുപേരും എടുത്തോണ്ട് വന്ന സാധനം എല്ലാം തിരിച്ചു കൊണ്ടുവയ്ക്കാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ ആദ്യത്തെ ഉറക്കം വൈകുന്നേരം ബിൻസി കിടന്ന് ലാവിഷായിട്ട് ഉറങ്ങി. എല്ലാവരും കൂടെ കണ്ടുപിടിച്ചു ബിൻസിയെ പൊക്കി. അങ്ങനെ ബിഗ് ബോസിലെ ആദ്യത്തെ ഉറക്കം ബിൻസി കാഴ്ചവെച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നെവിൻ കള്ളന്മാരെ പോലെ ഒരു ബെഡിന്റെ സൈഡിൽ നിന്ന് കള്ളന്മാരെ പോലെ വന്നിട്ട് ട്രോളി മെല്ലെ എടുത്തിട്ട് അടിയിലോട്ട് വെക്കുക. അത് കഴിഞ്ഞ ശേഷം ബ്ലാങ്കറ്റ് എടുത്തിട്ട് പുള്ളിക്കാരന് കൊടുത്ത ബെഡ് സ്പ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കട്ടിലിന്റെ സൈഡിലോട്ട് തറയിൽ വന്നിരുന്നിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആർക്കും മനസ്സിലായില്ല. കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്ക് അത് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെടുത്ത് ഇങ്ങനെ തലയിൽ കൂടെ ഇട്ടിട്ട് അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. ഷാനവാസിന് അത് കണ്ടപ്പോൾ ഷാനവാസിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ട് ഷാനവാസ് ചോദിച്ചു അതെന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആവി പിടിക്കുക അത്രേ. അത് കഴിഞ്ഞ ചോദിച്ചാൽ ഞാൻ ഷാനവാസ് അങ്ങോട്ട് ചെല്ലുമെന്ന് തോന്നി പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നത്. നിവൻ എന്താ കാണിച്ചത് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം അവർക്ക് പണിപ്പുരയിൽ അവർക്ക് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കിയിട്ട് കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നെവിന് കിട്ടിയത് മാത്രം നെവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. യൂണിഫോം പോലെ ആയിപ്പോയി, അങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഷോസ് അവിടെ കിടന്ന് ഒരു പട്ടി ഷോ കണക്കൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ജിസേല് വന്നിട്ട് പിന്നെ ജിസേൽ ബാത്റൂമിൽ നിന്ന് വന്നു. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജിസേലിന്റെ എല്ലാ ഡ്രസ്സും ജിസേൽ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ജിസേൽ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ ചെരുപ്പ് എന്താന്ന് കണ്ടിട്ടില്ല, ഏതോ സാൻഡലാണോ ചപ്പലാണോ എന്താന്ന് അറിയത്തില്ല, ഷൂസാണോന്ന് അറിയില്ല. അപ്പോഴത്തേക്കും നെവിൻ പറയുന്നുണ്ട് നമുക്കും കിട്ടും ഇങ്ങനത്തെയൊക്കെ, അപ്പൊ നമ്മളും ഇങ്ങനെ മിന്നി ഇങ്ങനെ കിട്ടുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികൾ കുശുമ്പ് പറയുന്ന കണക്ക് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി എത്രയോ ഫാർ ബെറ്റർ ആയിരുന്നു മറ്റേ റിയാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഇതിന് മുൻപുള്ള എപ്പിസോഡിൽ സീസണിൽ ഉണ്ടായിരുന്ന റിയാസ് വെൽ എഡ്യൂക്കേറ്റ് ആണെന്ന് എന്താ കുറച്ചെന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഈ ക്യാരക്ടർ മാസം ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ റിയാസ് ഫാർ ബെറ്റർ ആയിരുന്നു ഈ നെവിനെക്കാട്ടിയും. ഭയങ്കരമായിട്ട് ചൊറിയനുണ്ടായിരുന്നു എന്താ പറയുക നടന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഷാനവാസിന്റെ ഉപദേശം ജിസേലിനോട്. ജിസേലിന് മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അത് പറഞ്ഞു വെക്കുക, ജിസേലിന്റെ നല്ലത് വേണ്ടിയിട്ടാണ് പറയുന്നത്. ജിസേലിന് പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടണമെങ്കിൽ ഡ്രസ്സ് ഇടണം, ജിസേലിന് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഇതുപോലത്തെ ഷോർട്സ് ഇട്ട് കടന്നു കഴിഞ്ഞാൽ ജിസേലിനെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടത്തില്ല. ഡ്രസ്സിന്റെ കണക്ക് നോക്കിയിട്ടാണോ ഇതാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഫുള്ള് സാരിയും ചുരിദാറും മാത്രം ഇട്ടുകൊണ്ട് കിടന്ന ലക്ഷ്മി പ്രിയ അല്ലേ വിന്നർ ആവേണ്ടത് പ്രേക്ഷകരുടെ ഇതനുസരിച്ചിട്ട്? ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നത് ലക്ഷ്മി പ്രിയ അല്ലായിരുന്നോ? പുള്ളിക്കാരി ഇതാവണ്ടേ? ഏത് ലോകത്താണ് ഈ ഷാനവാസൊക്കെ ഇപ്പോഴും ജീവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്താണ് തലയിൽ കൊണ്ടു കിടക്കണമെന്നും മനസ്സിലാവുന്നില്ല. ഓരോരുത്തരുടെ സ്വഭാവവും പെരുമാറ്റവും പ്രവർത്തിക്കും അനുസരിച്ചിട്ട് അവിടെ ബിക്കിനി ഇട്ട് നടക്കുന്നില്ല, വേറെ വൾഗറായിട്ടോ എന്താ പറയുക സെഡ്യൂസ് ചെയ്യുന്ന ഡ്രസ്സും ജിസൽ ഇട്ട് നടക്കുന്നില്ല. പറയുന്നുണ്ട് ചെറുതിലെ എന്തോ ഇട്ട് നടന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എന്തിട്ട് നടന്നോ. അതിനെ മറ്റേ നൂറ ആദിലയുടെ പുള്ളിക്കാരിയും കൂടി അതിനെ യെസ് വെക്കുന്നു നിന്നിട്ട്. അവരിടുന്നത് ഫുള്ള് പുള്ളിക്കാരിയുടെ ഒരു ജിം ബോഡിയാ, ഒരു അട്രാക്റ്റീവോ സെഡ്യൂസിങ്ങോ ചെയ്യുന്നൊരു ബോഡി അല്ല ജിസലിന്റെ അത്രയും ഹൈറ്റും ഉണ്ട്. പക്ഷേ ആദിലയുടെ നൂറയുടെ അതിൽ എനിക്ക് അവർ രണ്ടുപേരുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആരാണ് ഇന്ന ആളെന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ ഒരാളവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസിനെ ഈ പറഞ്ഞതിൽ തന്നെ. ഈ ഒരു കാര്യത്തിൽ അവരിട്ടുകൊണ്ട് കിടക്കുന്ന ട്രൗസറാണ്, ബനിയൻ ക്ലോസിന്റെ ട്രൗസറാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ 2 പീസ് അങ്ങനത്തെ സെറ്റാണ് അവരിട്ടുകൊണ്ട് നടക്കുന്നത്. അവരാണ് ഈ ജിസേലിനെ കുറ്റം പറയുന്നത്. എന്താന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ എല്ലാവരും ഓരോരുത്തർക്കും അവരുടേതായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെയാണ് അവരിട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ ആർക്കും ഡ്രസ്സ് കിട്ടിയിട്ടില്ല, കിട്ടിയവർ ഉള്ളതനുസരിച്ചിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനും ഇതാക്കാനും സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയുള്ള ഓരോ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് എനിക്കൊരു ഷാനവാസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്.
ഇതുവരെ രേണുസുതി എവിടെ പോയാന്തോ, രേണുസുതിയെ കണ്ടില്ല കേട്ടോ. ഇത്രയും നേരമായിട്ട് ഒരു സ്ഥലത്തും രേണുസുതിയെ കാണാനില്ല. തലവേദന വിഷയമല്ലാതെ രേണുസുതിയുടെ പൊടി പോലും ഞാൻ കാണുന്നില്ല എങ്ങും. ഒരു കാര്യമില്ലാത്ത അടുത്തൊരു പ്രശ്നം, ചായ പ്രശ്നം. എല്ലാവരും കൂടെ അടുക്കളയിൽ ഇങ്ങനെ ചുറ്റിനും കൂടി അങ്ങ് നിൽക്കുക, ഇല്ല ഈച്ച പൊതിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കണക്ക് നിൽക്കുകയാണ് ഒരു ചായ ഇടാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിനുള്ളിൽ ഇത്ര പേർക്ക്, ഒരു 10-20 പേർക്കുള്ള ഒരു ചായ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളം. അത് കഴിഞ്ഞിട്ട് ജിസേലിന് കുറച്ച് ബോയിൽഡ് ആയിട്ടുള്ള ചായയാണ് ജിസേലിന് വേണ്ടതെന്ന് ജിസേൽ പറഞ്ഞു. ഞാനൊക്കെ ചായ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അത്യാവശ്യം കുറച്ചുകൂടി നന്നായിട്ട് ബോയിൽ ചെയ്ത് ചായപ്പൊടി നന്നായിട്ട് തിളപ്പിച്ചിട്ട ചായ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ജിസേൽ പറഞ്ഞു, ഞാൻ ചായ ഉണ്ടാക്കിയത് 3-4 പേര് കുടിച്ചു, അവർക്ക് നന്നായിട്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനുമോള് പറഞ്ഞു അത് സുഖിപ്പിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന്. അപ്പോൾ അടുത്ത ജിസേലിന്റെ തഗ് ഡയലോഗ്, പിന്നെ ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയാണല്ലോ എന്ന്. ജിസേൽ ആള് പൊളിയാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ ഓരോരുത്തരുടെ കമന്റ്സ് എന്ന് വിചാരിച്ചതിൽ അപ്പുറം ജിസേൽ തഗ് ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നത്. അത് കാര്യമുള്ള കാര്യത്തിനും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ജിസേൽ വാതുറക്കാറുള്ളൂ, പറയാറുള്ളൂ. പക്ഷെ പറയേണ്ടത് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും പറയാറുണ്ട് കേട്ടോ ജിസേല്. ജിസേൽ സ്കോർ ചെയ്തോണ്ടിരിക്കുക. പിന്നെ അതിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായി, വാക്ക് തർക്കമായി. ചായ അനുമോൾ ഇടുന്നതിൽ കൂടി ഓരോരുത്തർ വന്നിട്ട് ചായ പാടെ പോകുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു. ജിസേലിന്റെ അങ്ങനെ ജിസേലിന് മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്ലാസ് ചായ, 1/2 ഗ്ലാസ് ചായ ഉണ്ടെന്ന് ഇട്ടിരിക്കുന്നത്. അതിനെ ഇതാക്കിയപ്പോൾ ജിസേൽ പറഞ്ഞു, എനിക്ക് നല്ല ചായ കുടിച്ചേ പറ്റുള്ളൂ, എനിക്കത് മസ്റ്റാണ്. കാരണം എനിക്ക് നല്ല കുറച്ച് തിളപ്പിച്ച് തന്നെ കുറച്ച് ബോയിലാക്കിയിട്ട് തന്നെ എനിക്ക് ചായ വേണം എന്ന് പറയുന്നത്. കിട്ടിയ അവസരം അഭിലാഷ് എവിടെയെങ്കിലും, അഭിലാഷാണോ അഭിഷേകാണോ തിരിഞ്ഞു പോയി, തലരിഞ്ഞു പോയി മൊത്തത്തില്. പിന്നെ ഇതാക്കിയിട്ട് വാട്ടർ ഇറ്റ് ഇതാക്കിയിട്ട് അലറാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കത്തില്ല. ഇത് നിങ്ങളുടെ ഇതിനുള്ളതിൽ ഇവിടെ അങ്ങനെ ആക്കാനില്ല, ഇങ്ങനെ ആക്കാനുള്ള സാധനം വേസ്റ്റ് ആക്കാനുള്ള എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് അഭിലാഷ് കിടന്നങ്ങ് ഇതാക്കി. എവിടെ അങ്ങനെ കിട്ടുന്ന ഒരു അവസരം അഭിലാഷ് പാഴാക്കേ ഇല്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഒനിയിൽ നൈസായിട്ട്, ഒനിയിൽ അത്യാവശ്യം നല്ലൊരു മെച്ചൂരിറ്റി ക്യാരക്ടറായിട്ടാണ് തോന്നുന്നു കേട്ടോ. ആവശ്യമില്ലാതെ എങ്ങും ഇതാക്കാറില്ല, ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇതാക്കുന്നില്ല എന്ന പക്വതയോടുകൂടി കാര്യങ്ങൾ പറയുന്നു. അപ്പൊ ഒനിയിൽ പറഞ്ഞു, നാളെ നമുക്ക് ജിസേലിന്റെ ചായ ഇടാൻ കൊടുക്കാം. അപ്പൊ ഒരു പ്രശ്നം കഴിഞ്ഞല്ലോ, ഇന്ന് നമ്മൾ അനുമോ കൊടുത്തൊരു ഔദാര്യം എന്നുള്ള രീതിയിൽ നയപരമായിട്ട് ആ പ്രശ്നത്തിനെ ഒനിയിൽ കൈകാര്യം ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സരിക വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ജിസേൽ പറഞ്ഞു, ചായക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. പിന്നെ ഭക്ഷണം അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കുന്നില്ല എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ ഇതാണ്. അതിന് മറ്റുള്ളവർ തലയിടേണ്ട ആവശ്യമില്ല. കറക്റ്റ് അല്ലേ പറയുന്നത്? മിക്ക ഉള്ളവർക്കും ഒരു ചായ എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഒരു പ്രധാന വേറെ ഒരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരി, മിക്ക ഉള്ളവർക്കും പല ആൾക്കാർക്കും ഞാൻ അറിഞ്ഞിട്ടും ഉള്ളിടത്തോളം പലർക്കത് വലിയ വിഷയമല്ല. ചിലർക്ക് കിട്ടിയാലോ ഒക്കെ, കിട്ടിയില്ലെങ്കിൽ ചിലർ കഴിക്കാത്തവരുണ്ട്. പക്ഷേ മിക്കവാറുള്ള ആൾക്കാർക്കൊക്കെ ഒരു ചായ എന്ന് പറയുന്നത്, വേറൊരു ഫുഡ് കിട്ടിയില്ലെങ്കിൽ ശരി, ചായ അവർക്ക് മസ്റ്റ് ആയിരിക്കും. ആ ചായ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ദിവസം മുഴുവൻ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കൊക്കെ ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഏവിയേഷൻ്റെ ടൈമിൽ 5-6 വർഷം അത് ഒഴിവാക്കി. പിന്നെ ബിസിനസ്സിലോട്ട് വന്നപ്പോഴത്തേക്കും ഷോപ്പിൽ കമ്പനി ഇങ്ങനെ ഓടി കിടക്കുന്ന സമയത്ത് പിന്നെ ചായ കൂടി മസ്റ്റായിരുന്നു. ആ 5 വർഷം ഒഴിവാക്കി എനിക്ക് പിന്നെ ചായ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായി. തലവേദന എടുക്കും, മൈഗ്രെയിൻ എടുക്കും, മൊത്തത്തിൽ ഇതായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ട്. കാരണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സ് അല്ലേ ചായ എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഈ അനുമോളെ എന്തിനു കിടന്നിട്ട് ബഹളം ഉണ്ടാക്കിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് തല്ലുപിടിക്കുകയും ഒരു കാര്യമില്ല. ഓക്കെ, അവർക്കൊരു ഇച്ചിരി ചായ കുടിക്കണേ, അവർ കുടിച്ചോട്ടെ, അതുകൊണ്ട് എന്താ നഷ്ടം? അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആ ക്വാണ്ടിറ്റി ഞാൻ കൊടുത്താൽ മതി, അവർ കൂടുതലിട്ട് തിളപ്പിച്ചോട്ടെ, ആർക്കും നഷ്ടം വരുന്നില്ലല്ലോ. ഒരു കാര്യമില്ല, 5 പൈസയുടെ ഗുണമില്ലാത്തതും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളിലട്ടോ അവിടുത്തെ ഓരോരോ വിഷയം നടക്കുന്നത്. ഇത് തന്നെയാണോ ബിഗ് ബോസിന് വേണ്ടത്? ഇത് തന്നെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇമാതിരി കുഞ്ഞു കൊച്ചു മക്കൾ പോലും ഉണ്ടാവില്ല ഇമാതിരി രീതിയിലൊക്കെ, ഇത്രയും പക്വത ഇല്ലാതെ ഇത്രയും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ചെയ്യുന്നത്. കൊച്ചു മക്കൾ പോലും ഉണ്ടാവത്തില്ല ഇതേപോലെ ബഹളം ഉണ്ടാക്കുന്നത്. അത്ര പക്വത ഇല്ലാതെ ഒരാൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, ഓക്കെ, അത് ചായ വേസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പുള്ളിക്കാരി അത്രയും മെച്ചൂരിറ്റിയോട് കൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇതാക്കിയതാ. പിന്നെ വന്നത് അടുത്തത് എവിക്ഷനാണ്. എവിക്ഷൻ്റെ ആ ബിഗ് ബോസ് കൊടുത്ത ഇതിലെ നിയമങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ബിൻസി വളരെ വ്യക്തമായിട്ടും അതിലെ നിയമങ്ങൾ വായിക്കുകയോ അതിലെ വ്യക്തമായിട്ട് വായിക്കുകയോ അതിൽ എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്ന, എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ബിൻസി വായിച്ചു. അത് നന്നായിട്ടുണ്ട്. എനിക്കൊന്നും അനീഷിനെ കാട്ടിയും
വളരെ വ്യക്തമായിട്ടും മലയാള ഭാഷയെ ഉദ്ധരിക്കണം, അവഹേളിച്ചു, മറ്റതാക്കി, വിമർശതാക്കി എന്ന് പറഞ്ഞിരുന്ന അനീഷിനെക്കാട്ടി എത്രയോ ഫാർ ബെറ്റർ ആയിരുന്നു കേട്ടോ ബിൻസിയുടെ ഇന്ന് ആ നിയമങ്ങൾ വായിച്ചത്. അത് ഭയങ്കരമായിട്ട്. പിന്നെ മാത്രമല്ല ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്ന ഇതായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആര്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. രുദ്രനായിട്ട് നമ്മളെല്ലാവരും കണ്ട ഇതാക്കിയ ഷാനവാസ് ഇവിടെ ഒരു പൂച്ചേനെ പോലെ നടക്കുന്നു. അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമായിരുന്നു ആ കാര്യം പറഞ്ഞ. പിന്നെ വേറെ രണ്ടു മൂന്ന് പേരെ കുറിച്ച് കൂടെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആര്യൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലായിരുന്നു, ശക്തമായിട്ടുള്ള രീതിയിലായിരുന്നു ആ റീസൺ പറഞ്ഞത്. പിന്നെ ജിസേൽ പറഞ്ഞത് ഷാരിഖിനെ കുറിച്ച്, ബിഗ് ബോസിൽ വന്നാൽ ബിഗ് ബോസ് ഗെയിം കളിക്കുക, അല്ലാതെ അമ്മായിയമ്മ ആവരുത്. വല്ലപ്പോഴേ വാ തുറക്കുള്ളൂ ജിസേൽ. പക്ഷേ ജിസേൽ വാ തുറന്നു കഴിഞ്ഞാൽ പറയണ മുഴുവൻ തക്ക അടിപൊളി മാസ് ഡയലോഗ്സ് ജിസേൽ പറയണല്ല. അതും ഭയങ്കരമായിട്ട് ഇതാക്കി. പിന്നെ പറഞ്ഞു, പിന്നെ അപ്പാനി ശരത്ത് വന്നിട്ട് പറഞ്ഞു ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേൽ ഗുണ്ടയാണെന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? നിങ്ങളെല്ലാം ഇവിടെ ഗുണ്ട കളിക്കുന്നു, ഞാനിവിടെ ഗുണ്ടയല്ല. ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കുറെ പേരെ കൂടി ഇതാക്കില്ലെന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്തിന് ജിസേൽ പറഞ്ഞപ്പോഴാണോ ഇത് തോന്നിയത്, ബുദ്ധിമുട്ട് തോന്നിയത്? ശരിക്കും അവിടെ ഇത്രയും ദിവസം അപ്പാനി ശരത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്താ കാണിച്ചുകൊണ്ടിരുന്നത്? ചെയ്തത് കറക്റ്റ് അല്ലേ? ഗുണ്ടായിസം അല്ലേ അവിടെ ശരിക്കും പക്ക ഒരു ലോക്കൽ ഒരു ഗുണ്ടായിസം, ഒരു ഗുണ്ടാ സ്റ്റൈല്. അങ്കമാലി ഡയറീസ് നിന്ന് ഇപ്പോഴും ഇങ്ങോട്ട് അപ്പാനി ശരത്തിന് വണ്ടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതല്ലേ അങ്ങനെ അത് പറഞ്ഞതിന്റെ പേരിൽ ജിസേലിനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ അനീഷ് എല്ലാവരും ഇരുന്ന് ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയും ഇതാക്കുകയും ചെയ്യുന്നുണ്ടപ്പോൾ ബിഗ് ബോസിൻ്റെ കണക്കിന് കിട്ടി. ഇവിടെ ഉപദേശമല്ല, നോമിനേറ്റ് ചെയ്യുക വേണ്ട, അതിന്റെ റീസണും പറയാൻ പറഞ്ഞു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അനീഷിനെ ബിഗ് ബോസിൻ്റെ നിന്ന് കിട്ടിയാൽ എനിക്ക് ഭയങ്കരമായിട്ടതായി. ഇപ്പൊ ലാസ്റ്റ് നോമിനേഷനിൽ എനിക്കൊന്ന് 10 വോട്ടിന്റെ 10 ആൾക്കാർ കുറ്റം പറഞ്ഞ് ഇത് ചെയ്തത് ഫസ്റ്റ് ഷാനവാസ് ആയിരുന്നു. അത് ഷാനവാസ് അർഹിക്കുന്നു, എല്ലാ രീതിയിലും ഷാനവാസ് അർഹിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷാനവാസിന്റെ ക്യാരക്ടറിന് അത് അടിപൊളിയായിരുന്നു. പിന്നെ ശൈത്യ ആക്റ്റീവ് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശൈത്യ ഒരു തരത്തിലും ആക്റ്റീവ് അല്ല. പിന്നെ റെനെ ഒരു ചെറിയ കുട്ടി, എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല അവൾ അതിനിതാവുമെന്നുള്ളത്. പിന്നെ ജിസേലിനോട് എല്ലാവർക്കും കുശുമ്പും കുന്നായ്മയും, എന്താ പറയുക, പുള്ളിക്കാരി കുറച്ച് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടും നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയതുകൊണ്ടും പറയേണ്ട സ്ഥലത്ത് കുറുക്കി കൊള്ളുന്ന രീതിയിൽ പറയണതും കൊണ്ടാണ് ജിസേലിനെ നോമിനേറ്റ്. അല്ലാതെ അതിൽ ജിസേൽ ഒരിക്കലും നോമിനേഷനിൽ വരേണ്ടവരല്ലായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ബിൻസി ആ ഉറക്കത്തിൻ്റെ ഇതിൽ ശരിക്കും ബിൻസി എല്ലാവരും പറയേണ്ട ഒരാളായിരുന്നു. ബിൻസി ഉറങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിട്ടും ബിൻസി അവിടെ കിടന്ന് ഉറങ്ങി. അടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നെവിന് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ രേണുസുധീനെ വന്നിട്ട് പറഞ്ഞു, രേണുസുധീർ ആട്ടാൻ പുഴുവാണോ? എനിക്ക് രേണുസുധീരെ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആട്ടാൻ തോന്നുന്നു എന്ന്. എന്ത് വൃത്തിയിട്ടത് മോശമായിട്ടുള്ള രീതിയിലാണ് ഈ നെവിൻ രേണുവിനോട് പറഞ്ഞത്. രേണുവിന്റെ മുഖത്തിന് രേണുവിന്റെ അമ്മേനെയും അച്ഛനെയും പോലെയല്ലേ രേണു ഇരിക്കുള്ളൂ. അതൊരു ബോഡി ഷെയ്മിങ് എന്ന് മാത്രമല്ല, രേണുസുധി ഇറിറ്റേറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഓക്കെ, പുറത്ത് അവരെന്തോ ചെയ്തോട്ടെ, റീൽസ് ഇടുന്നോ അത് ഇടുന്നോ ആരെങ്കിലും പറയുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും, അതല്ല. ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് കണ്ട ആളാണ് രേണുസുധിയും ഈ നെവിൻ എന്ന് പറയുന്ന 2 വ്യക്തികൾ. അപ്പൊ അവിടത്തെ ഇത് വെച്ചിട്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടത്. അപ്പൊ അവിടെ എന്ത് ആട്ടാമ്പുഴ സ്വഭാവമാണ് രേണുസുധി കാണിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ആ പറഞ്ഞത് ഭയങ്കര ബോറും മോശവും ഇത്രയും വൃത്തിയേട്ട. തിരിച്ചു വേണമെങ്കിൽ രേണുസുധിക്കും ചോദിക്കായിരുന്നു. അവന്റെ നടപ്പും കോലമൊക്കെ വെച്ചിട്ട് പല രീതിയിലും ബോഡി ഷെയ്മിങ് മാത്രമല്ല, സ്വഭാവത്തിന്റെ ഇത് വെച്ചിട്ട് രേണുസുധിക്ക് നന്നായിട്ട് തിരിച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അത് അവരുടെ മാന്യത. അത് ചെയ്തില്ല എന്നുള്ളത് രേണുസുധിയുടെ മാന്യത. പക്ഷെ ഇത്രയും ദിവസം കുറച്ച് നേരത്തെ കൂടി ഞാൻ പറഞ്ഞു രേണുസുധി അതിനുള്ളിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായി. അപ്പൊ രേണു പറഞ്ഞു, നീ എന്നെ ആട്ടണം, എന്നെ ആട്ടിയിട്ട് പോയാൽ മതിയിടാന്ന് പറഞ്ഞു. എന്ത് ഭയങ്കര മോശം. അപ്പോഴത്തേക്ക് ശാരിക അതിനെ ഏറ്റെടുത്തു. രേണുസുധി ഇവിടെ അഭിനയിക്കല്ല, ജീവിക്കുകയാണെന്ന്. ശാരികയാണെങ്കിൽ ശാരിക വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചേനായിരുന്നു. ശാരികയുടെ അടുത്താണ് ഇങ്ങനെ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് രേണുസുധി ഇത്രയും പാവമായിരുന്നു, സ്ത്രീ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. പല കാര്യങ്ങളും മറ്റേ സുധിയുടെ മുൻഭാര്യയും പല കാര്യങ്ങളും പുള്ളിക്കാരിയും തന്നെ പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും ഒരു പാവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഈ ഒരു വിഷയം കൂടെ കൂടിയിട്ട് അപ്പോൾ പുള്ളിക്കാരി വെച്ചാൽ പുള്ളിക്കാരിയുടെ അടുത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായിരുന്നു ഇത്രയും നേരം ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ സ്കിറ്റ് കളിക്കായിരുന്നു എന്ന്. അപ്പോൾ ശാരികനെയാണ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ശാരിക എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചു. കറക്റ്റ് അല്ലേ? ആ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? ഭയങ്കര മോശമായി പോയി ഞാൻ പറഞ്ഞു. എന്തൊരു ഇത്രയും വൃത്തികെട്ട, ഇത്രയും ഒരു ദുഷിച്ച ചിന്താഗതിയുള്ള ഒരു ഫ്രോഡൊന്നുമില്ല. ഇതിനകത്ത് പറയേണ്ടതെന്ന് അറിയില്ല. അവനെയാണ് ശരിക്കും അവനാണ് അവിടെ ഒരു ആട്ടാമ്പുഴുവായിട്ട് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നിയെന്ന് മനസ്സിലായില്ല. അവനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കേസിൽ അവിടെ ഒരു ആട്ടാമ്പുഴുവായിട്ട് തോന്നിയത് അവൻ തന്നെയാണ്.
പുള്ളിക്കാരിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് രേണുവിനെ കാണുമ്പോൾ മുഖം കാണുമ്പോൾ എനിക്ക് ആട്ടാൻ പുഴുവാണ് തോന്നുന്നത്, മുഖം കാണുമ്പോൾ പിടിച്ച് ഉരയ്ക്കാൻ തോന്നുന്നു, ആട്ടാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുണ്ട്, അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. എവിടെയോ കിടക്കുന്ന സ്ത്രീകളെ ഇതാക്കുന്നേക്കാട്ടിയും അവനൊരു ലോകസുന്ദരനോ? അവനും അവൻ്റെ വീട്ടുകാരൊക്കെ ലോകസുന്ദരനോ? അതോ അവൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത്? എവിടെയോ കിടക്കുന്ന വായു നോക്കികളെ പിടിച്ച് അവിടെ കൊണ്ടിട്ടു എന്ന് വേണം പറയുന്നവനെയൊക്കെ പോലുള്ള കണ്ണിക്കണ്ട സ്ത്രീയൊക്കെ ഇതേപോലെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം വരെ രേണുസുതി അവിടെ ആർക്കും ഒരു മോശം ചെയ്തിട്ടുമില്ല, ഒരു ഇറിറ്റേറ്റിംഗ് ഇതാക്കിയിട്ടുമില്ല. പിന്നെ ആ തലവേദനയുടേതല്ലാതെ അത് നാടകമാണോ അല്ലേന്ന് അറിയേയില്ല. ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര വൃത്തിയായിട്ടൊരു ഇതായി. പുറത്തോട്ട് ഉറങ്ങാനൊക്കെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പുറത്തോട്ട് പോയി, അവരെല്ലാം ഉറക്കം ഒഴിഞ്ഞിരിക്കണം എന്നുള്ളതാക്കി. പക്ഷെ ഷാനവാസ് ബോധം കെട്ടുറങ്ങി. അപ്പോഴത്തേക്ക് ഷാനവാസിനെ മറ്റവർ വന്നിട്ട് പൊക്കാൻ നോക്കിയപ്പോഴത്തേക്കും ജിസേൽ രക്ഷിച്ചു. അവിടെ ചൊറുത്ത് അവളായിട്ടിരുന്ന ഷാനവാസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സുള്ളൊരു ലേഡിയാ, രക്ഷിച്ച് കൊണ്ടുപോകാത്ത രീതിയിൽ ഇതാക്കി. പക്ഷെ അത് കഴിഞ്ഞ ശേഷം പുറത്ത് ആദിലെ നൂറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങളില്ല, ചെറിയ ചെറിയ രീതിയിൽ മിക്കവാറും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും രണ്ടും രണ്ട് വഴിക്കാവുന്ന ലെവലില്ല. ഒരാൾ പറയണം മറ്റയാൾക്ക് ഇഷ്ടമല്ല, മറ്റയാൾ പറയുന്നത് രണ്ടിലും എനിക്ക് പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് മാറിപ്പോകുമെന്ന്. അതുകൊണ്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു മറ്റേ ആളിനോട്, നീ ബേബി നീ ഇങ്ങനെയല്ല, ബേബി നീ അങ്ങനെയാണ്, നീ അങ്ങനെയല്ല തമാശ പറയണം, ഇങ്ങനെയല്ല തമാശ പറയണം, കുറച്ചുകൂടെ ലൗഡ് അവിടെ, നീ ഇപ്പോഴും അന്തം വിട്ട അവസ്ഥയാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഓപ്പോസിക്കുന്ന ഈ ബേബി പറയുക, ആരാണെങ്കിലും ബേബി എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ബേബി പറയണം ഞാൻ പിന്നെ എന്താ വേണ്ടത്, ഞാൻ പിന്നെ ബിഗ് ബോസിനെ എല്ലാവരും വിളിച്ച് മൈക്ക് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ തമാശ പറയും. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ വേദന, ഇഞ്ചക്ഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ബട്ടക്സിലും എടുത്തിട്ടുണ്ട്, നല്ല പെയിൻ. അത് ഈ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് പെയിൻ അറിയുന്നത്. അപ്പോൾ ഫ്ലോ പോയി. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്താണ് ഇവിടെ കിടന്നിട്ട് ഒച്ച വെച്ചിട്ട് ഇതാക്കിയിട്ട് വേണോ ആൾക്കാരുടെ അടുത്ത് ഇതാക്കുക, എന്നാ ചിരിക്കൂ, ബിഗ് ബോസും ചിരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തമാശ പറയണോ വെച്ച് മിക്കവാറും. അപ്പോൾ ഇവർ പരസ്പരം ഇനിയിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ആവശ്യമില്ലാത്ത പരിപാടിയായി പോയി രണ്ടുപേരും കൂടെ കാണിച്ചെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരാളെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഭരിക്കുന്നത് കണക്ക് എനിക്ക് തോന്നില്ല ഇത്. ഇനിയിപ്പോൾ ഇറങ്ങി വന്നതിൻ്റെ പേരിൽ അവർ ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇറങ്ങി വന്നതിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കണതാണോന്നും അറിയില്ല. 100 ദിവസം നിൽക്കണമെങ്കിൽ കാണാമല്ലോ എല്ലാവരുടെയും തനി സ്വഭാവം. പിന്നെ മാത്രമല്ല, പിന്നെ അക്ബർ സരിയും നൂറയും ആദിലെ എല്ലാവരും കൂടെ തമ്മിൽ രാത്രിയിൽ യോഗം. കാരണം ഇപ്പം പരസ്പരം മനസ്സിലായിട്ടുള്ളൂ പുറത്ത് ആരൊക്കെ ഉറങ്ങണം, ആരൊക്കെ ഉറങ്ങുന്നില്ല, ആരൊക്കെ എങ്ങനെ ആക്കണം എന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവരെ പരസ്പരം തെറ്റിച്ചിട്ട്, എല്ലാവരും ഇവിടെ വന്ന് കണ്ട പരിചയമല്ലേ ഉള്ളൂ, പരസ്പരം തെറ്റിച്ചിട്ട് അവരെ ഇതാക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പരസ്പരം ഭിന്നിപ്പിച്ചിട്ട് ഇതാക്കാം എന്നുള്ളതാണ് അവരതിനുള്ള യോഗം. നാളെ കാണാം എന്തായിരിക്കും എന്നുള്ളത്. ഈ തെറ്റിപ്പിക്കുന്നത് അത് തെറ്റിപ്പിരിയോ അല്ലെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ട്. പക്ഷെ പുറത്തേക്കുന്ന 4 പേരും തമ്മിൽ നല്ല ഐക്യമുണ്ട് കേട്ടോ. കാരണം ഒരാളെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ ഒരാൾക്ക് ഉറങ്ങാൻ അവസരം കൊടുക്കുകയും, ജിസേൽ പറഞ്ഞു നീ ഉറങ്ങിക്കോ, എൻ്റെ 3-ാം കണ്ട് തുറന്നിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ഇത് കഴിയുന്തോറും സമയം കഴിയുന്നതും ജിസേലിനോടൊരു ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇവിടെ കല്ലിച്ചു, ഇഞ്ചക്ഷൻ എടുത്തത് നല്ല കല്ലിച്ചു അമ്പ കല്ലിച്ചിട്ടും കൊണ്ട് നല്ല പെയിനും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം 2 എപ്പിസോഡെങ്കിലും ചെയ്തിട്ട് ഇതൊന്ന് ഇതാക്കണം. എന്നിട്ട് ഓരോ എപ്പിസോഡിനൊപ്പം പോകണമെന്ന് ചോദിച്ചാൽ നടക്കുമെന്ന് തോന്നില്ല. കാരണം നല്ല പെയിനുണ്ട്, നല്ല രീതിയിലാണ് വന്ന് അടിച്ചത്. അപ്പോൾ അത് കാരണം നല്ല പെയിനുണ്ട്. ഇവിടെയൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ പറ്റാത്ത പെയിൻ. ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പെയിൻ. ഇവിടെ ഈ സൈഡിലൊക്കെ ഇവിടെ നിന്നിങ്ങനെ അങ്ങനെ എടുക്കാവൂ സത്യത്തിലല്ലേ, ഞാൻ അങ്ങനെ എടുത്തുപോയി. ഇവിടെയൊക്കെ നല്ല പെയിൻ, നിൽക്കാൻ പറ്റില്ല. പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇറിറ്റേഷനും ഉണ്ട്. അപ്പോൾ ശരിക്കും എന്തിനാ ചെയ്യുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.